യാ അയ്യുഹല്ലദീന ആമനു, മനോഹരം, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, ലിയസ്തഅദിൻകുമുല്ലദീന മലകത് അയ്മാനുകും, നിങ്ങളുടെ അടിമകൾ, ഇന്നിപ്പില്ല, അടിമ സമ്പ്രദായം ഇല്ല, വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും, നിങ്ങളിൽ പ്രായപൂർത്തിയായിട്ടില്ലാത്ത മക്കളും പ്രായപൂർത്തിയായിട്ടില്ലാത്തവരും, സലാസ മർറാത്തിൻ, 3 പ്രാവശ്യം സമ്മതം ചോദിക്കണം. വീട്ടിലെ വേലക്കാരാണ്, സെർവൻസ് ആണ്, പിന്നെ പ്രായപൂർത്തി എത്താത്ത മക്കൾ 3 പ്രാവശ്യം അവരും സമ്മതം ചോദിക്കണം. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന റൂമിലേക്ക്, ഉമ്മയുടെയോ വാപ്പയുടെയോ റൂമിലേക്ക് വരുന്ന മക്കൾ, അവരെ സമ്മതം ചോദിക്കണം. വഹീന തളഊന സിയാബകും മിനദ്ദഹീറ, ഉച്ചനേരത്ത് നിങ്ങൾ വസ്ത്രമഴിച്ച് വിശ്രമിക്കുന്ന സമയത്തും, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷവും റൂമിലേക്ക് കയറുകയാണെങ്കിൽ തള്ളിത്തുറന്നു വരരുത്, സമ്മതം ചോദിക്കണം. സലാസു ഔറാത്തിൽ ലക്കും, ഇത് നിങ്ങളുടെ 3 ഔറത്തുകളാണ്, നിങ്ങളുടെ സ്വകാര്യ സമയങ്ങളാണ്. ലൈസ അലൈക്കും ജുനാഹുൻ വലാ അലൈഹിം ജുനാഹും ബഅദഹുൻ, ഈ സമയങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, എപ്പോഴും വരാം. വസ്ത്രമെങ്ങാനും ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകാനിടയുള്ള ഒരു കുട്ടിയെങ്ങാനും ഔറത്ത് അവിചാരിതമായി കാണാൻ സാധ്യതയുള്ള പ്രായപൂർത്തി എത്താത്ത മക്കളോട് അള്ളാഹുവിന്റെ ആജ്ഞയാണ് സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഡോർ മറക്ക് തുറന്നു കിടക്കരുതെന്നർത്ഥം. തള്ളി തുറന്ന് അവർ സ്വന്തമായി തുറന്നു വരേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഇനി എങ്ങാനും അങ്ങനെ ഉറപ്പില്ലാത്ത ഡോറുകളാണെങ്കിൽ സമ്മതം ചോദിച്ചിട്ടേ കടന്നു വരാവൂ. ആര്? പ്രായപൂർത്തിയാകാത്തവർ. ഈ 3 നേരം. പ്രായപൂർത്തിയായവരോ എപ്പോഴും. ഇതൊക്കെ സൂറത്തുന്നൂറിലെ അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. നമ്മൾ പറയും ഖുർആൻ അള്ളാഹിന്റെ ജീവിതമാണ്, ഖുർആനാണ് ഇസ്ലാം, ഖുർആനാണ് ദീൻ, ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഈ സംസ്കാരങ്ങളൊക്കെ എവിടെയാണ്? സുബ്ഹാനല്ലാഹ്. طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم.